നമസ്കാരം. കുളിരുള്ള ധനുമാസ രാവുകളിൽ മലയാള മനസ്സിൽ ശുദ്ധ സംഗീതത്തിന്റെ ഊഷ്മളത പകരുന്ന ഈ വേദിയിലേക്ക് ഐഡിയ സ്റ്റാർസിംഗർ സീസൺ 5 ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ആയ ചിത്ര ചേച്ചി, ശ്രീയാട്ടൻ ആൻഡ് ശരത് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് നമ്മുടെ പാനൽ കംപ്ലീറ്റ് ചെയ്യുന്നു സെലിബ്രിറ്റി ഗസ്റ്റ് ആയി എത്തിയിരിക്കുന്ന ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്ര വർമ്മ. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കൊരു പ്രേമഗാനം അതോടുകൂടി തുടങ്ങാം അല്ലേ? ദ കോമ്പറ്റീഷൻ. സോ ഇൻ ദ റൊമാൻറ്റിക് ഡ്യുവറ്റ് സോങ്സ് റൗണ്ട് ടു സിംഗ് വിത്ത് എ പ്ലേബാക്ക് സിംഗർ, ലെറ്റ്സ് വെൽക്കം first time in the 5th stage, here is Mustafa. Congratulations Mustafa. Thank you. അഞ്ചാമത്തെ സ്റ്റേജ് അങ്ങനെ എത്തി. പ്രേമഗാനങ്ങളാണ് ഇപ്പൊ പാടുന്നത്. ഏത് പാട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? മഴവിൽ കൊതുമ്പിലേറി വന്ന അദ്വൈതം. ഓക്കെ, ആരാ കൂടെ പാടാൻ വരുന്നത്? സിസിലി. Excellent. Let's welcome back our lovely playback singer Cicely on stage. Welcome back, Cicely. Thank you. Looking lovely as always. Thank you. അപ്പോ ചിത്ര ചേച്ചിയും ശ്രീയേട്ടനും പാടിയൊരു പാട്ടുമായിട്ടാണ്. അതെ അതെ. എം.ജി. രാധാകൃഷ്ണൻ സാർ മ്യൂസിക് ചെയ്ത നല്ലൊരു പാട്ടാണ്. ഓക്കെ, അപ്പൊ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. കൊതുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി കദളി വനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ മിഴിനീത്തിനാവിലൂർന്നതെന്റെ മേഘലോലയാ കുറുമ്പിലേറി വന്ന വെണ്ണിലാക്കിളി. പൊന്നായി തിന്നി നിന്നഴകിൽ തഴുകുമ്പോ അല്ലിമലത്താവിൻ മുന്നിൽ തങ്കത്തിടം എഴുന്നെള്ളും മോഹസന്ധി Will
തങ്കത്താളം തുള്ളി തുള്ളി കന്നിത്തേകോരെഴുന്നള്ളും വർണ്ണക്കേളിയും. കോലം മാറി താളം മാറി ഓളം തല്ലും തീരത്തിപ്പോൾ വന്നതെന്തിനാ? മഴവിൽ കൊതുമ്പിലേറി വന്ന കദളി വനങ്ങൾ താണ്ടി വന്നതെന്തിനാണു നീ? മഴവിൽ കൊതുമ്പിലേറി വന്ന നീരാക്കിലേ. മുസ്തഫ ആൻഡ് സിസിലി, നിങ്ങളുടെ റൊമാൻറ്റിക് ഡ്യുവറ്റ് സോങ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അപ്പോ വൺസ് അഗൈൻ രണ്ട് പാട്ടുകാർ ഇവിടെ തന്നെ ഉണ്ടത് പാടിയതപ്പോ ശരിയാട്ടോ. മുസ്തഫ സിസിലി നന്നായിട്ട് പാടി. മുസ്തഫ തിരക്കേടില്ല. മുസ്തഫയ്ക്ക് തന്നെ അറിയാല്ലേ? അതെ. എനിക്ക് തോന്നുന്നു മുസ്തഫ റിഹേഴ്സൽ എടുക്കുന്നത് ഞാൻ കേട്ടു. റിഹേഴ്സൽ ഇതിനെക്കാട്ടിൽ മനോഹരമായിട്ട് പാടി. പക്ഷെ ടേക്കിൽ വന്നപ്പോ എന്തോ പഴയ മുസ്തഫയുടെ ഒരു പകുതി ഇങ്ങനെ കയറി നിൽക്കുക. മഴവിൽ കൊതുമ്പിലേറി എന്നുള്ള ആദ്യത്തെ 2 പ്രാവശ്യം കേട്ടു നോക്കിയുള്ളൂ. ശ്രുതി കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പിന്നെ പൊന്നായി, തഴുകുമ്പോൾ, മോഹസന്ധ്യയിൽ, മണിനാഗക്കോവിലിൻ, അവിടെ അങ്ങനെ കുറെ സ്ഥലങ്ങൾ. എന്തായാലും പെട്ടെന്ന് എന്റെ ചേട്ടനെ ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഓൾ ദി ബെസ്റ്റ്. സിസ്ലി മുസ്തഫ രസമായിട്ട് പാടി കേട്ടോ. മുസ്തഫ നന്നായിരുന്നു. എനിക്ക് ആ സോങ് സെലക്ഷൻ എനിക്ക് ഇഷ്ടമായി. നല്ലൊരു ഒരു നല്ല സുഖം ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം ആ പാട്ട് തിരിച്ച് കേൾക്കുമ്പോൾ ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വേറൊന്നും എഴുതിയിട്ടില്ല. ആകെ മുസ്തഫയ്ക്ക് ഈ പാട്ടിനകത്ത് ഒരുപാട് സ്ഥലത്ത് ഷാർപ്പായി പോയിക്കൊണ്ടിരുന്നു. ശരിക്കും ആ മഴവിൽ കൊതുമ്പിലേറി ലേറി എന്ന് പറഞ്ഞു, മനസ്സിലായോ? ആ സ്ഥലങ്ങളൊക്കെ പിന്നെ താണ്ടി വന്ന സ്നേഹലോല, അനുരാഗം, തഴുകുമ്പോൾ, മോഹസന്ധ്യയിൽ, പിന്നെ നാഗക്കൂവിൽ, ഇങ്ങനെ കുറെ സ്ഥലത്ത് ബാക്കിയൊക്കെ നന്നായിരുന്നു കേട്ടോ. പാടിയതൊക്കെ നന്നായിരുന്നു. ഈ ശ്രുതി മാത്രം ഷാർപ്പായി പോയിക്കൊണ്ടിരുന്നു. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്ക് യു. നിഷ ശരത് സർ. നല്ല പാട്ട് മുസ്തഫ, നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പം നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ട് എടുത്തുകൊണ്ട് വന്നതിൽ എനിക്ക് സന്തോഷം. അപ്പം സിസിലി നന്നായിട്ട് പാടി കേട്ടോ. ആ കൊതുമ്പിന്റെ നട്ടല്ലൊടിച്ച് മുസ്തഫ കേട്ടോ. കേട്ടോ മുസ്തഫ ഒന്ന് പാടിക്കണം കേട്ടോ. ആ ലോലയായി, അത് ഏതാണ്ട് ഒരു ലോലൻ ലെവലിലായി. പിന്നെയും മഴവിൽ ചേച്ചി പറഞ്ഞത് ഇങ്ങനെ ഷാർപ്പായിരുന്നു മോന് പാടുമ്പോൾ. പിന്നെ അനുരാഗം, തഴുകുമ്പോൾ, ആ മോഹം എന്നൊക്കെ കുറച്ചും കൂടെ ഫ്രീ ആവായിരുന്നു മോന്. കുറച്ചും കൂടെ ഇത് കാശ് കൊടുത്ത് മേടിക്കുന്ന പോലെ ഉണ്ട്. ആ ഭാഗം നന്നായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? എന്തോ പാടാം വന്നില്ല. ഇപ്പം വന്നില്ല. എന്നാ ഒന്ന് വരുത്ത്. അല്ലിമലർക്കാവിൻ മുന്നിൽ തങ്കത്തിടം വേഴുന്നള്ളും മോഹസന്ധ്യേ. ഇപ്പൊ ശ്രുതി ചേരുന്നില്ല, മറ്റേത് കുഴപ്പമില്ല. പിന്നെ തുണ്ട് പല്ലവി, അത് കഴിഞ്ഞിട്ട് തുണ്ട് വളരെ നന്നായിരുന്നു മുസ്തഫ. നന്നായിരുന്നു മുസ്തഫ. പിന്നെ ഈ നാഗത്തിന്റെ കാര്യം പറഞ്ഞു, പാമ്പിന്റെയൊക്കെ കഴുത്ത് വെട്ടി കളഞ്ഞു കേട്ടോ. അത് എന്ത് പറ്റി? വല്ലാതൊക്കെ ആയിപ്പോയി, കൺട്രോൾ അങ്ങ് പോയി. ബേസിന്ന് പെട്ടെന്ന് തിരികെ പോകുമ്പോഴേ ബേസിൽ നിന്ന് പെട്ടെന്ന് മേളിലോട്ട് കയറി. അങ്ങനെ വരുമ്പോ എനിക്കത് ഇതാക്കാൻ പറ്റണ്ടേ. അതൊന്ന് ശരിയാക്കി കാണിച്ചു തരുമോ? മണിനാഗക്കോവിലിനുള്ളിൽ, ഇപ്പൊ ഉള്ളിലാണ് പ്രോബ്ലം ആയത്. മണിനാഗക്കോവിലിനുള്ളിൽ നിറദീപം കാണാറായി. ശ്രുതി വേറെ കുഴപ്പമൊന്നുമില്ല, അത്രേ ഉള്ളൂ. താങ്ക് യു ശരത് സർ. ആൻഡ് ഫൈനലി വയലാർ ശരത് സർ. മുസ്തഫ, സിസ്ലിയോട് പറയുന്നില്ല, കാര്യം സിസ്ലിയോട് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. സുഖാണോ? പിന്നെ സത്യാഗ്രഹമില്ലാത്തതുകൊണ്ട് ദുഃഖമില്ല. പിന്നെ മുസ്തഫ, അതെ പിന്നെ ദാസേട്ടനോടെ പഴയ പാട്ടിനെ കുറിച്ചും പുതിയ പാട്ടിനെ കുറിച്ചും ആരോ ചോദിച്ചു. എന്താണ് പഴയ പാട്ടിന്റെയും പുതിയ പാട്ടിന്റെയും വ്യത്യാസം, പ്രത്യേകിച്ച് യുഗ്മഗാനങ്ങൾ? അപ്പൊ ദാസേട്ടൻ എന്ന് പറഞ്ഞത്, ഒരു പിന്നെ ബോക്സിൽ നിന്നുകൊണ്ട് ഒരു ഇതിനൊക്കെ നമ്മുടെ ക്യാബിനിൽ ഒരുമിച്ച് നിന്നാണ് ആണും പെണ്ണും തമ്മിൽ പ്രണയഗാനം പാടുന്നത്. പണ്ട് സുശീലാമ്മ, ജാനകിയമ്മ ഒക്കെ കൂടെ കൊണ്ടാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, അഷ്ടമുടിക്കായലിലെ അന്ന നിറത്തുണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളി എന്നെ നിനക്ക് ഇഷ്ടമാണോ എന്നൊരു പെണ്ണിനോട് പ്രണയം പറയുന്ന പോലെ പാടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പെണ്ണടുത്ത് നിൽക്കുമ്പോൾ അവളോട് പറയാനുള്ള ഒരു ആവേശം നമ്മുടെ മനസ്സിൽ കൂടും. ആ ആവേശം ഭാവമായിട്ട് പുറത്തു വരും.
അപ്പോൾ പാട്ടിന് കുറച്ചുകൂടെ അത് വരൂല്ലേ എന്ന് പറഞ്ഞ പോലെ തിരിച്ചും. എന്നാൽ ഇക്കാലത്ത് ചിത്ര ചേച്ചിയും ദാസേട്ടനും കൂടെ പാടുന്ന പാട്ട് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് പാടും, ചിത്ര ചേച്ചി മദ്രാസിൽ ചെന്നൈയിലിരുന്ന് പാടും. അപ്പോൾ ഒരു അടുപ്പമുണ്ടല്ലോ, ആ അടുപ്പത്തിലുണ്ടാകുന്ന ഒരു വികാര വളർച്ച പ്രണയകാരൻ അത് തുടങ്ങിയപ്പോഴൊന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും പേടിച്ചിട്ടാണ്. ഭാര്യ വല്ലതും പറയുമോ വേറൊരു പെണ്ണുമായിട്ട് കൊണ്ട് പാടുന്നതിൽ ഭാര്യയ്ക്ക് വലിയ എതിർപ്പുണ്ടോ അങ്ങനെ ഭയമ്പലുണ്ടോ? പക്ഷെ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ഒരു ഇടർച്ച ഉണ്ടായിരുന്നു. മഴവിൽ കുളം കുതുമ്പിലേറി വന്നാന്ന് പറയുമ്പോഴത്തേക്ക് വെണ്ണിലാക്കളി നീ കുളിക്കുമ്പോൾ വെണ്ണിലാക്കളിയോടുള്ള ഒരു വിളി അങ്ങനെ തോന്നില്ല. പക്ഷെ അടുത്ത വരിയില്ലേ മിഴിനീർ, അവിടെ അത് കിട്ടുന്നുമുണ്ട്. എന്നാൽ പാട്ടിന്റെ അവസാനത്തേക്ക് വന്നപ്പോഴത്തേക്ക് അത് സ്റ്റഡിയായി നന്നായി വന്നു. എനിക്ക് അതാണ് ചോദിച്ചത്, 5 മിനിറ്റ് അടുത്ത് വന്നപ്പോഴത്തേക്ക് ആ ഭാവം കൂടുതൽ കിട്ടിയാണോ അതോ പിന്നെ ഭാര്യയെ പേടിച്ച് വേറൊരു പെട്ട് സുന്ദരി പെണ്ണ് അടുത്ത് നിന്ന് പാടുന്നതുകൊണ്ട് അതിന്റെ ഒരു അങ്കലാപ്പായിരുന്നു എന്തായിരുന്നു? എനിക്ക് അപ്പോൾ ഒരു മൊത്തത്തിലേ അങ്ങനെ അവസാനമായി നന്നായി വന്നത് അത് ആ ഒരു കുറവേ തോന്നുള്ളൂ, വേറെ മറ്റൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. ആ പ്രണയം ശരിയായി വന്നില്ല പുറത്തേക്ക്. Thank you, judges. Okay, Mustafa, first online marks നമുക്ക് നോക്കാം. Out of 10 വരാ ശരത്താണ് 7. ശ്രീയേട്ടാ? മുസ്തഫ, ശരത്ത് ഇവിടെ നിന്ന് ചോദിക്കുന്നത് പ്രണയം. മുസ്തഫയ്ക്ക് എന്താണ് ഈ പ്രണയത്തിനെ കുറിച്ചുള്ള അഭിപ്രായം? പ്രണയം പാടുന്ന സമയത്ത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് നടത്താം. പ്രായം കൂടുന്നവരും പ്രണയം കുറയുകയാണോ, പ്രണയത്തിന്റെ മൂർച്ച കൂടുകയാണോ, മൂർച്ച കുറയുകയാണോ? ഒരു പാട്ട് കിട്ടുമ്പോൾ അതിന്റെ വരികളനുസരിച്ച് അതിലുള്ള വേർഡ്സിന്റെ ആ ഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ പ്രേമം എന്ന് പറയുമ്പോൾ പ്രേമത്തിന്റെ ഭാവമായിരിക്കും ആ വരികൾ മുഴുവനും. മുസ്തഫയ്ക്ക് എങ്ങനെയാണ്? ഞാനത് ഫീൽ ചെയ്ത് പാടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിനകത്ത് വന്നില്ലല്ലോ, അത് സിസിലി നിന്നുകൊണ്ടാണോ എന്നാണ് ശരത്ത് ഇവിടെ നിന്നോട് ചോദിക്കുന്നത്. ഇത്രയും നേരമായിട്ട് ഒന്നും മിണ്ടാതിരുന്നു. അങ്ങനെയൊന്നുമില്ല. സിസിലിനെ കണ്ടാ പ്രേമം തോന്നില്ലേ? തോന്നും. കഴിഞ്ഞില്ല, എല്ലാം സോൾവ് ആയി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാരണം വീടൊന്ന് കലക്കി കിട്ടി കഴിഞ്ഞാൽ സമാധാനമായി. 26 മാർക്ക്. 25 മാർക്ക്. ചിത്ര ചേച്ചി? 25. Total marks 83. 83 മാർക്സ് ആണ്. കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. എന്തോ റിഹേഴ്സൽ ചെയ്ത പോലെ അത്രയും നന്നായിട്ട് മിസ്റ്റേക്ക് പാടാൻ പറ്റിയില്ല. പക്ഷെ തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഇതെല്ലാം മിസ്റ്റേക്സ് എല്ലാം കറക്റ്റ് ചെയ്ത് മുസ്തഫ നന്നായിട്ട് പാടുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ SMS വളരെയധികം അത്യാവശ്യമാണ്. അതിന് ചെയ്യേണ്ട ഫോമാറ്റ് ISS space മുസ്തഫ MUSTHAFA. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ മത്സരം തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത കൺടാക്ടന്റ് വേദിയിൽ എത്തുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പൊ ഞാനൊരു അക്ഷരം കൊണ്ട് ഒരു കാണിക്കാം. നക്ഷത്രത്തിരി പൂക്കും മുഖമണ്ഡപം എങ്ങും നവരാത്രി പ്രഭ തൂകും ശ്രുതി മണ്ഡപം സിന്ദൂരത്തിലകാശിതേ രാഗകേയൂരഹാരാന്വിതേ സിന്ദൂരത്തിലകാഞ്ചിതേ എന്നല്ലേ? കലപമഴ പെയ്യുന്ന രാത്രി കല്ലുകൾ പൂക്കുന്ന രാത്രി. 2 ദിവസമായി സാർ പുറകെ നടക്കണോ? പ്ലീസ് ഞങ്ങടുത്ത് പറയൂ, എന്താണ് ആ സമ്മാനം? ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 വിജയിക്കായി ട്രാവൻകൂർ ബിൽഡേഴ്സ് നൽകുന്നു 1 കോടി രൂപ വിലയുള്ള മോഡേൺ ലൈഫ് സ്റ്റൈൽ വില്ല ട്രാവൻകൂർ സിറ്റിയിൽ. 2ാം സമ്മാനം ജോസ്കോ ജ്വല്ലേഴ്സ് നൽകുന്ന 15 ലക്ഷം രൂപയുടെ ജോസ്കോ ഗോൾഡ്.